എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസം, ഈ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് നന്മ ചെയ്യുന്നത്? നമ്മളെല്ലാവരും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ടത് സ്വർഗമാണ്. ആ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്, ഈ പ്രസംഗിക്കുന്നതും, ഈ വീട് വെച്ച് കൊടുക്കുന്നതും, ഈ സഹായിക്കുന്നതും, ഈ നോമ്പ് പിടിക്കുന്നതും, എല്ലാ നന്മകൾ ചെയ്യുന്നതും. ആ നന്മ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മളെപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്, പടച്ചവനെ എനിക്ക് നീ സ്വർഗം താ എന്നാണ്. ഈ വിശുദ്ധമായ റമളാനിൻ്റെ 30 ദിനരാത്രങ്ങളിൽ എപ്പോൾ ദുആ ചെയ്താലും അപ്പോഴും അള്ളാഹുവിനോട് പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, എനിക്ക് സ്വർഗം വേണം തമ്പുരാനെ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. എല്ലാവരും അള്ളാഹുവിനോട് ചോദിക്കുന്നതും സ്വർഗം തന്നെ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, നോമ്പ് പിടിച്ചുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനെ ഭയന്ന് ജീവിക്കുന്നവൻ്റെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. എന്നാൽ നോമ്പ് പിടിക്കാതെ കിടക്കണ കാക്കായ്ക്കും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷെ സ്വർഗത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹുവിൻ്റെ സ്വർഗമെന്ന് പറയുന്നത് വയനാട് ചുരം പോലെ കയറി പോകാൻ പറ്റുന്നൊരു സ്ഥലമാണോ സ്വർഗം? അല്ല. ആ സ്വർഗത്തിലേക്ക് കയറി പോകണമെങ്കിൽ വലിയ പ്രയാസമാണ്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കണം. ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മളെല്ലാവരും എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവേ നീ എനിക്ക് സ്വർഗം തരണേ, എനിക്ക് സ്വർഗം തരണേ, എനിക്ക് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിനോട് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി രാവും പകലും നിസ്കാരം കടിഞ്ഞാണെങ്കിലും, വഅദിന്റെ മജ്ലിസിലാണെങ്കിലും, മജ്ലിസിന്നൂറ് പാരായണം ചെയ്തിട്ടാണെങ്കിലും, സദഖ കൊടുത്തിട്ടാണെങ്കിലും, എവിടെ പോയാലും അള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നവരാ. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാനിന്റെ 30 ദിനരാത്രങ്ങളിൽ രാവും പകലും എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹിനോട് സ്വർഗം ചോദിക്കുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗവും നമ്മളെപ്പോലെ ദുആ ചെയ്യുകയാണ്. ആ സ്വർഗവും അള്ളാഹുവിനോട് നമ്മളെപ്പോലെ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിൻ്റെ നരകവും ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹിനോട് പറയുന്നത് എന്തെന്നറിയുമോ? നാഥാ, 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനോട് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുമ്പോ, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ 4 നഫർ, 4 വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ സ്വർഗം അവിടുന്ന് കാത്തിരിക്കുകയാ. ഈ സദസ്സിലിരിക്കുന്ന 4 പേരെ എനിക്ക് തരണേ പടച്ചവന് എന്ന് ദുആ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗം കാത്തിരിക്കുകയാണ്. ആരെയാണ് സ്വർഗം കാത്തിരിക്കുന്നതെന്നറിയുമോ? 4 നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര്, 4 സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവര് അള്ളാഹുവിന്റെ സ്വർഗം അവിടുന്ന് കാത്തിരിക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നു, സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ. എന്നാ സ്വർഗവും പറയുന്നു, 4 പേരെ എനിക്ക് വേണം പടച്ചവനെ. അള്ളാഹു ആ 4ൽ ഒരാളുടെ കൂട്ടത്തിലെങ്കിലും അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഈ പറയുന്ന 4 സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളെ കിട്ടാൻ ആര് ദുആ ചെയ്യുന്നുണ്ട്? സ്വർഗം ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു ആ നന്മകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. സ്വർഗം പറഞ്ഞിട്ട് ഒരു സന്തോഷവും. സാധാരണ മരണവും ഖബറും നരകവും മസ്റയൊക്കെ പറയണേ. സാധാരണ അത് പറഞ്ഞ് പേടിപ്പിക്കുക ചെയ്യുക. ഞാൻ ഒന്ന് മാറ്റി പിടിച്ചതാ. എപ്പോഴും മരണവും ഖബറും പറഞ്ഞ് കേട്ട് ഇപ്പോൾ എല്ലാവരും അടുത്തുപോയി. അതുകൊണ്ടാണ് സ്വർഗം പറയുന്നത്. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണ്.
ഇപ്പം കറുത്തതും വെളുത്തതൊക്കെ ചർച്ച ചെയ്യുന്ന കാലമാണ്. സ്വർഗത്തിലെല്ലാവർക്കും അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, നരച്ചവരില്ല, ഒന്നുമില്ല. എല്ലാവർക്കും 33 വയസ്സ്. സ്വർഗത്തിലെല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഗ്ലാമറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കറുത്തവരുണ്ടോ? ഇല്ല. അവിടെ എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമർ. പ്രായമുള്ളവരൊന്നുമില്ല, എല്ലാവർക്കും അൽഹംദുലില്ലാ കഷ്ടപ്പാടില്ല. വഴലുണ്ടോ? സ്വർഗത്തിൽ വഴലുണ്ടോ? നിസ്കാരം ഉണ്ടോ? ദിക്റ് പറയണോ? സദക്ക് കൊടുക്കണോ? സക്കാത്ത് കൊടുക്കണോ? ഒന്നും വേണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാം. കള്ളു കുടിക്കണോ? കള്ള് ഷാപ്പിലൊന്നും പോണ്ട, പുഴ പോലെ ഒഴുകുന്നുണ്ട്, കോരി കുടിച്ചാൽ മതി. കള്ളു കുടിക്കണം, എന്ത് വേണമെങ്കിലും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ. കഷ്ടപ്പാടില്ല, ജോലിയില്ല, ദാരിദ്ര്യമില്ല, പണിക്ക് പോകണ്ട, മക്കളെ കെട്ടിക്കണ്ട, ഒന്നും വേണ്ട. സ്വർഗത്തിൽ അടിച്ചു പൊളിക്കാം. അതാ പറഞ്ഞത്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാറു പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അവിടെ ഒന്നുമില്ലടോ സഹോദര. അവിടെ നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഖിദ്മത്ത് ചെയ്യാൻ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ വരുന്ന. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം അത് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതാണ്. അവിടെ കഷ്ടപ്പാടില്ല, ജോലി കിളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. നിനക്കെന്ത് വേണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പം നിൻ്റെ മുമ്പിൽ വരും. എന്ത് കഴിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നോ, നിനക്കെന്ത് വേണം, കണ്ണിൻ്റെ മുമ്പിൽ അള്ളാഹു കൊണ്ടുതരും. അതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹ് അരക്കയ്യന്മാരെ ഒന്നും അവിടെ കയറ്റത്തില്ല കേട്ടാ. അള്ളാഹുവെ ആരൊക്കെ കൈപൊക്കിയോ, ഈ കൈപൊക്കിയവർ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈ പൊക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഒളുവൂട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം കാത്തിരിക്കുന്ന ഒന്നാമത്തെ ആളാരാ? അള്ളാഹുവിൻ്റെ സ്വർഗം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന 4 പേരിൽ ഒന്നാമത്തെ മനുഷ്യൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വാഇമീന ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ച മനുഷ്യൻ. വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ. ആ നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ സ്വർഗം എനിക്ക് തരണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം അവിടുന്ന് പടച്ചവനെ കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാണ്? പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. നമ്മളെല്ലാവരും നോമ്പ് പിടിച്ചവരാണ്, നമ്മളെല്ലാവരും നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പടച്ചവനെ, നോമ്പിന്റെ പ്രതിഫലം എന്താണെന്ന് നമുക്കറിയുമോ? നമ്മൾ പറയാറുണ്ട്, റയ്യാൻ എന്ന് പറയുന്ന വാതില്, അത് സ്വർഗത്തിന്റെ റയ്യാൻ എന്ന് പറയുന്ന വാതില് നോമ്പുകാരനുള്ളതാണ്. എല്ലാവരും പ്രതിഫലം പറയാറുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ പട്ടിണി ഇരിക്കുന്നതിൻ്റെ മഹത്വം എന്താണ്? അതിൻ്റെ പ്രതിഫലം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉച്ച സമയം അടുക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് ഈ നോമ്പുകാരൻ്റെ വായിൽ നിന്ന് ദുർഗന്ധമടിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നാളെ സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരികയാണ്. പട്ടികയുടെ കോലത്തിൽ വരുന്നവർ, പന്നിയുടെ കോലത്തിൽ വരുന്നവർ, കഴുതയുടെ രൂപത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, അതാ നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ. അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പലതാം 41 വിഭാഗത്തിലാണ് എൻ്റെ സമുദായം കടന്നു വരുന്നത്. എല്ലാവരും നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. എല്ലാവരും പറയുന്നത്, ഉസ്താദ്, ഈ നോമ്പ് വല്ലാത്ത കഠിനമാണ്, വല്ലാത്ത ചൂടാണ്.
വല്ലാത്ത ചൂടാണ്, വല്ലാത്ത പ്രയാസമാണ്. പകലും രാത്രിയും പടച്ചവനെ എസി ഇല്ലാതെ കിടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പറയുകയാ ചൂടാണ്, പ്രയാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു ചൂടാണോ സഹോദരാ? ഇതൊക്കെ ഒരു ചൂടാണോ പെങ്ങള്? നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. ആ സൂര്യന്റെ ചൂടാണ് നിന്നെ പ്രയാസപ്പെടുത്തുന്നത്. ആ ചൂട് കാരണമാണ് നിന്റെ ശരീരം വിയർക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ ഈ ഭൂമി അങ്ങ് പരത്തുകയാണ്. ഈ ഭൂമി അങ്ങ് പരത്തുകയാണ്. ഈ ഭൂമിയെ പരത്തിയിട്ട് നാളെ ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ പോലും ഔറത്ത് മറച്ചിട്ടില്ല, ചേലാകർമ്മം ചെയ്തിട്ടില്ല. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായി കടന്നു വരുമ്പോ അവര് പരസ്പരം ഔറത്ത് കാണില്ലേ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, അന്നത്തെ ദിവസം അതിനൊന്നും ഒരു വിലയില്ല ആയിഷ. ഒരാളും കാണില്ല ആയിഷ, ഒരാൾക്കും അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല ആയിഷ. എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. ആ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കും. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തുകയാണ്. സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ ഒരു ചാണ് മുകളിൽ ആ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ദിവസമെന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ. പെങ്ങളെ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലുനിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള. മോനെ, നീ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? പഴയ വീട് കെട്ടുന്ന ആ മണ്ണും ചെളിയും, ആ ചെളിയും വെള്ളവും കൂടെ ചേർത്തിട്ട് ആ കുഴച്ചുണ്ടാക്കുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ആ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമായത്? അടുക്കി വെച്ചിട്ട് പച്ചവിറകിട്ട് കത്തിക്കുകയാണ്. ആഴ്ചകളോളം കത്തിച്ചിട്ടാണ് അതിന്റെ നിറമങ്ങ് ചുമപ്പാക്കുന്നത്. അതിന്റെ പരിസരത്ത് പോകാൻ കഴിയില്ല. വല്ലാത്ത ഒരു പ്രയാസമാണ്, വല്ലാത്ത ഒരു ചൂടാണ്. എങ്കിലാ ചൂളയൊന്നുമൊന്നുമല്ല വാപ്പമാര്. ചെറുപ്പക്കാരാ, കാളവണ്ടി കണ്ടിട്ടില്ലേ? ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടില്ലേ? ക്ഷീണിച്ചിട്ട് വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, നാളെ പരലോകത്ത് മനുഷ്യന്റെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കാണാ. പെങ്ങളെ, ചോറ് വെക്കുന്നവളാണല്ലോ, കലത്തിനകത്ത് കിടന്ന ചോറിങ്ങനെ തിളച്ച് തിളച്ച് പാത്രത്തിന്റെ മുകളിലൂടെ നിറഞ്ഞു കവിയുകയാണ്. നീ അടപ്പ് മാറ്റുകയാണ്, തിരി താഴ്ത്തുകയാണ്. എന്റെ പെങ്ങള്, ആ ചോറ് തിളയ്ക്കുന്നത്, കറി തിളയ്ക്കുന്നത് കാണുന്ന ഉമ്മ, നാളെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. അല്ലാഹുവേ, ആ മഹ്ശറയിൽ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ നിൽക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ
ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു വല്ലാത്ത സുഗന്ധമടിക്കുകയാണ്, ഒരു വല്ലാത്ത സുഗന്ധമടിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, എവിടെ നിന്നാണ് ഈ സുഗന്ധമടിക്കുന്നത്? ഈ വാസന എവിടെ നിന്നാണ്? ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു സുഗന്ധം. പടച്ചവനെ, എവിടെ നിന്നാ, എവിടെ നിന്നാ, എവിടെ നിന്നാ? എല്ലാവരും അവിടെ നിന്ന് ചോദിക്കുമല്ലോ. ആ സുഗന്ധം അടിക്കുന്നത് എവിടെ നിന്നാണെന്നറിയുമോ? നോമ്പുകാരന്റെ വായിൽ നിന്നാണ് പെങ്ങളെ. എപ്പോഴും പോയി പല്ല് തേക്കാൻ തയ്യാറാകണ്ട. വായിൽ നിന്ന് ദുർഗന്ധമാണെന്ന് എപ്പോഴും നീ പോയി പല്ല് തേക്കണ്ട പെങ്ങള്, ചെറുപ്പക്കാരാ. എടാ, ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ കസ്തൂരിയെക്കാളും വാസനയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ നോമ്പുകാരനെ തിരിച്ചറിയാനുള്ള അടയാളം അവന് വല്ലാത്ത സുഗന്ധമാണ്. അവന്റെ വായിൽ നിന്ന് സുഗന്ധമടിച്ചു വീശുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, അത് നമുക്കാണ് ദുർഗന്ധം, അത് നമുക്കാണ് ദുർഗന്ധം. അല്ലാഹുവിന്റെ മുമ്പിലെ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, പ്രായമുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉസ്താദേ, രോഗമാണ്, മരുന്ന് കഴിക്കുന്നവരാണ്, ഒരുപാട് ശാരീരികമായ പ്രയാസമുള്ളവരാണ്. എന്നിട്ടും നോമ്പ് പിടിച്ചുകൊണ്ട് ഈ മജ്‌ലിസിലേക്ക് കടന്നു വന്ന വാപ്പാ, വെറുതെയാകില്ല വാപ്പാ. പ്രായം ചെന്ന ഉപ്പമാരോട് പറയുകയാണ്, പ്രായം ചെന്നവരോട് പറയുകയാണ്, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചത് വെറുതെയാകില്ല. ഉപ്പാ, നിന്റെ ഭാര്യയ്ക്ക് ഇന്ന് നിന്നോട് ഇഷ്ടം കുറവാണ്. കാരണം മുടിയൊക്കെ നരച്ചിരിക്കുകയാണ്, തൊലിയൊക്കെ ചുളുങ്ങിയിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഗ്ലാമറുണ്ട്, നിനക്കാണെങ്കിൽ ഗ്ലാമറില്ല. പ്രായം ചെന്നത് കാരണം ഭാര്യ പോലും നിന്നോട് അകന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ എന്റെ ഉപ്പാനോട് പറയുകയാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഹുറലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരാളും കാണാത്ത, ഒരാളും തൊടാത്ത അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഹുറലീങ്ങളായ പെണ്ണുങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് റബ്ബിനോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? നാഥാ, ആ നോമ്പുകാരനായ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലാ എന്ന് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ദുആ ചെയ്യും, പടച്ചവനെ, ആ ചങ്ങാതി എനിക്ക് വേണം റഹ്മാനെ, ആ പ്രായം ചെന്ന ആ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ എന്ന് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും നോമ്പുകാരന് വേണ്ടി. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ആമിനെ വിചാരിക്കുന്നത് ഞാൻ അവിടെയും ഈ ചങ്ങാതിയുടെ കൂടെ തന്നെയാണോ അല്ലാഹ്? നിങ്ങൾക്ക് ഞാൻ ആണുങ്ങളുടെ കാര്യം പറഞ്ഞേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ സ്വർഗത്തിൽ, ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈവക്കിക്കുക. സ്റ്റേജിൽ ഇരിക്കണ ആരും പൊക്കണില്ല കേട്ടോ, പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട്. ആമിനെ വീട്ടിൽ പോകുമ്പോൾ ചോദിക്കുക, നിങ്ങൾ എന്താ പൊക്കാഞ്ഞെന്ന്. അവസാനം ഓള് പൊക്കണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലരും കൈപൊക്കിയില്ല. ഇവള് സ്വർഗത്തിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉസ്താദെ, ഈ പെണ്ണ് സ്വർഗത്തിലും ഉണ്ടോ? ഇവിടെ തന്നെ പറ്റണില്ല അല്ലേ? അള്ളാഹു സ്വർഗത്തിലും ജോഡികളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഉസ്താദ്, ഈ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ച ആൾക്കാരുണ്ടല്ലോ അല്ലേ, അവനവൻ്റെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യ. നബിതങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നബിയെ, നബിതങ്ങൾ ഒരുപാട് വിവാഹം കഴിച്ച ആളല്ലേ, അപ്പം നബിതങ്ങളോട് ഉമ്മു സുലൈമാണ് ചോദിച്ചു, നബിയെ അവിടുത്തെ അവസ്ഥ എന്താണ്? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ഭാര്യയാണോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണോ അവരോട്. അവിടെ പിന്നെ പരാതിയൊന്നുമില്ലല്ലോ. ഇവിടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ട ബദർയുദ്ധം നടക്കത്തില്ലേ? വീട്ടിൽ നടക്കുമോ? നിങ്ങളെന്താ വെടികൊണ്ട് തല്ലിരിക്കുന്നത് അല്ലേ? നമ്മൾ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അവിടെ അങ്ങനൊന്നുമില്ല.
അവിടെ പിന്നെ ഒന്നും മിണ്ടൂല്ല. അള്ളാഹു നമ്മുടെ എല്ലാം മാറ്റും, നമ്മുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റും. നല്ല മനസ്സാ. അള്ളാഹു സ്വർഗത്തിലും കുടുംബസമേതം നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല കേട്ടാ. പെണ്ണ് കെട്ടുന്നവരുണ്ട് ചുമ്മാതെ. ഇന്നലെ ഞാൻ തോന്നുന്നു സഹോദരി പറഞ്ഞു, ഉസ്താദെ പിന്നെ ഒരാൾ വന്ന് കല്യാണം കഴിച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കണില്ല ഉസ്താദെ. ചില ആണുങ്ങൾ പോയിട്ട് പെണ്ണ് കെട്ടും, എന്നിട്ടൊരു വാടക വീട് എടുത്തു കൊടുത്തിട്ട് വല്ലപ്പോഴും ഒന്ന് പോകും. എന്തിനാ മോനെ പെണ്ണ് കെട്ടണേ? അങ്ങനെയൊന്നും പെണ്ണ് കെട്ടാൻ പാടില്ല. 4 വരെ വിവാഹം കഴിക്കാം, ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷെ 4 പേരെയും ഒന്നുപോലെ കാണണം. നാടറിഞ്ഞ് വിവാഹം കഴിച്ചവളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് രാജാത്തിയെ പോലെ നോക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോയി ചിന്ന വീട്, തമിഴ്നാട്ടിൽ പറയണ പോലെ ഒരു വീടെടുത്ത് അങ്ങനെ പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിന്നെ നാളെ വലിച്ചു കീറും പടച്ച റബ്ബ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.